ഗൈസ്, നമുക്ക് ഇന്നിവിടെ പാനിപ്പൂരി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വിശേഷം നോക്കാം. ഇവിടെ നമ്മളുടെ പുളി വെള്ളത്തിലിട്ടത് ഊറ്റിയിട്ട് ഒഴിച്ചതും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കുറുക്കി വെച്ചിട്ടുണ്ട്. കുറുക്കി വരുത്തണം. അത് കുറുകിയത് മതി. ഒരു 5 മിനിറ്റൊക്കെ കടന്നൂരു കണ്ട് ചേർത്ത് വെള്ളമെന്നും പറയാൻ പറ്റൂല, കുറുകിന്നും പറയാൻ പറ്റൂല, വെള്ളം കുറുകിന്നും പറയാൻ പറ്റില്ല. ആ ഒരു മീഡിയത്തിൽ. അതിനുശേഷം ഉരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങാൻ വെക്കാം. ഞാനത് കുക്കറിൽ ആക്കണം. നമുക്ക് പുഴുങ്ങാം. മല്ലിച്ചെപ്പും പിന്നെ വലിയ ഉള്ളിയും പിന്നെ മുളകും ഇഞ്ചിയും അരിഞ്ഞു വെക്കണം. പുളിഞ്ചിയിൽ ഈ പുളി ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പൊരിയിൽ കണ്ടിച്ച് വേണം. ഈ ജാറിലേക്ക് ഇഞ്ചി, ഒരു മുളക് അരിഞ്ഞത്, പിന്നെ മല്ലിച്ചപ്പ് എന്നിവയിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് പോയി അടിച്ചെടുക്കാം. കുക്കിങ്ങൊക്കെ ഞാനെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യണം കേട്ടോ. എനിക്ക് കുക്കിങ്ങൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബോറടിക്കുമ്പോൾ ഞാൻ എവിടെ നോക്കിയിട്ട് അടുക്കളയിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ നോക്കി മിക്സി അടിക്കാം. ആരെ സഹായമില്ല, ഞാൻ ഇവിടെ ഒറ്റക്കാട്ടോ ഗൈസ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും പിന്നെ കയ്യൊക്കെ കഴിക്കണം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടാകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. മിക്സറും പിന്നെ പൂരിക്ക് മിക്സറും പുളിഞ്ചിയും ഒക്കെ ചേർത്ത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വയ്ക്കാം. ഇത് ലാസ്റ്റ് വെച്ചാൽ അതിലെ പൊതുന്നു. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലേ. 5 150 കൊടുക്കുന്നേക്കാളൊക്കെ എത്രയോ ലാഭമാണല്ലേ ഇത്. ഉരുളക്കിഴങ്ങിന് പ്രശ്നമുണ്ട്. അടിപൊളിയായിട്ട് ഇഷ്ടമായി.